അപ്പോൾ ഈ ദേഷ്യം വന്ന സമയത്ത് ഈ ഒരു ആമാശയത്തിന്റെ വർക്കിംഗ് കാര്യങ്ങൾ നേരിട്ട് റിയൽ ആയിട്ട് കണ്ടു. അവിടെ ദഹിക്കാത്ത ഒരവസ്ഥ. ഭക്ഷണം ഇങ്ങനെ സാധാരണ നോർമലായിട്ട് ഭക്ഷണം ദഹിക്കുന്നത് നമുക്ക് കാണാമായിരുന്നല്ലോ. പക്ഷെ ഈ ഒരു ഇമോഷൻ വന്നപ്പോൾ, ആ ഒരു ദേഷ്യം എന്ന് പറയുന്ന ഇമോഷൻ വന്നപ്പോൾ ഈ ഒരു ഭക്ഷണം ദഹിക്കാതെ കിടക്കുന്നതായിട്ട് മനസ്സിലായി. അപ്പോൾ ഓരോ ഇമോഷൻസ്, ഭയമാണെങ്കിലും ദേഷ്യമാണെങ്കിലും അമിതമായിട്ടുള്ള ഉത്കണ്ഠ കാര്യങ്ങളാണെങ്കിലും ഇങ്ങനത്തെ ഇമോഷൻസ് ഒക്കെ ഒരു സ്ട്രെസ്സിലേക്കാണ് വഴിവെക്കുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് ഒരാളോട് വെറുപ്പുണ്ടെങ്കിൽ പോലും നമ്മളെ അതൊരു സ്ട്രെസ്സിലേക്കാണ് എത്തിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ പലതായിരിക്കാം. ജീവിതത്തിൽ നമ്മൾ പലതും ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇപ്പോൾ ഒരു വ്യക്തി പോലും ഒരു പ്രയാസവും ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാത്തില്ല. കാരണം എല്ലാ ജീവിതങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ പലതരത്തിലുള്ള വേദനകളും പലതരത്തിലുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ ആ ഒരു റിയാലിറ്റി ഓക്കെ. അപ്പോൾ ഇന്ന് 50ാമത്തെ സെഷൻ തികയുന്ന ഒരു ദിവസമാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ എന്ത് പ്രൊവൈഡ് ചെയ്യണം എന്നിങ്ങനെ ഒരുപാട് നേരം ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ഇങ്ങനെ ഒരു ബുക്ക് റിവ്യൂ കൊടുക്കാം എന്ന് വന്നത്. അപ്പോൾ എൻ്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ഉപകാരം പെടുന്ന രൂപത്തിൽ ആ ഒരു സെഷൻ മാറണം എന്നായിരുന്നു. അപ്പോൾ ഇൻഷാ അള്ളാ എന്തായാലും ആ ഒരു ഇന്റൻഷൻ അത്ര പ്യുവർ ആയതുകൊണ്ട് ഇത് അത്രത്തോളം റിസൾട്ട് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇൻഷാ അള്ളാ. അപ്പോൾ സാധ്യമാണ് സമാധാന ജീവിതം എന്നാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ എടുത്തിട്ടുള്ള ആ ഒരു ബുക്കിന്റെ നെയിം. അപ്പോൾ ഇതിനു മുന്നേയും ഞാൻ ബുക്ക് റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു സന്യാസിയെ പോലെ ചിന്തിക്കൂ എന്ന് പറഞ്ഞിട്ടുള്ള ജയ് ഒരു ബുക്ക് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ എന്താ പറയാ, അപ്പോൾ ഈ ഒരു ബുക്ക് ശരിക്കും നമ്മളെല്ലാ മനുഷ്യരും ഈ ഒരു സമാധാനം ആഗ്രഹിക്കുന്ന ആളുകളാണല്ലേ. എപ്പോഴും ഒന്ന് സമാധാനത്തോടെ ഇരിക്കാൻ ഈ ഒരു ചിലപ്പോൾ നമ്മൾ ഒരുപാട് നെട്ടോട്ട് ഓടുന്നുണ്ടാവും, പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് എൻ്റെ കുടുംബത്തോടൊപ്പം ഒന്ന് സമാധാനത്തിൽ ഇരിക്കാൻ, സമാധാനത്തിൽ ജീവിക്കാൻ എന്നുള്ള രീതിയിലാണ് നമുക്ക് അതാണ് ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ നമുക്ക് ജോലി വേണം, നമുക്ക് വീട് വേണം, നമുക്ക് പല കാര്യങ്ങൾ വേണം എന്നുണ്ടെങ്കിലും ഈ കാര്യങ്ങളൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നെട്ടോട്ട് ഓടുന്നത് ലാസ്റ്റ് എനിക്കൊന്ന് സമാധാനത്തോടു കൂടി എൻ്റെ കുടുംബത്തോടൊപ്പം ജീവിക്കാൻ തന്നെയല്ലേ, അങ്ങനെയല്ലേ. അപ്പോൾ എന്താ ചെയ്യാ, അപ്പോൾ ഈ ഒരു സമാധാനം എന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇന്നത്തെ ലൈഫിൽ പലതരത്തിലുള്ള സ്ട്രെസ് കാര്യങ്ങളൊക്കെ കോമൺലി എല്ലാവർക്കും ഉള്ളതാണ്. ഇതിലിപ്പോൾ ആരും സ്ട്രെസ്സിനെ ഫേസ് ചെയ്യാത്ത ആരും ഉണ്ടാവില്ല. അപ്പൊ എല്ലാവരും സ്ട്രെസ്സിനെ ഫേസ് ചെയ്തിട്ടുണ്ട്. ചില ആളുകൾക്ക് ഇത് സ്ട്രെസ് ആണ് എന്ന് മനസ്സിലാവില്ല. ചിലപ്പോൾ നന്നായിട്ട് തലവേദന എടുക്കുന്നുണ്ടാവും. ചില ആളുകൾക്ക് എന്താ പറയാ, നെഞ്ചിന് ഒരു കനം പോലെ ഫീൽ ചെയ്യും. അപ്പോൾ പിന്നെ എന്താ പറയാ, ഉം, ഒന്നും ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥ, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളാണ്. ചില ആളുകൾക്ക് ഉറക്കം കിട്ടൂല. അതുപോലെ വിശപ്പ് ഉണ്ടാവില്ല. ചില ആളുകൾ കൂടുതൽ ഭക്ഷണം കഴിക്കും ടെൻഷനൊക്കെ കയറി കഴിഞ്ഞാൽ. അപ്പോൾ ഈ വിശപ്പ് ഉണ്ടാവാത്തതിന്റെ ഒക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്ട്രെസ് ഇങ്ങനെ ഇതായി കഴിയുമ്പോൾ ആ ഒരു സ്ട്രെസ് കൊണ്ട് വിശപ്പ് കുറയും. ഈ വിശപ്പ് കുറയുന്നത് കൊണ്ടാണ് നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നാത്തത്. കാരണം ആ ഒരു ദഹനം കുറയുമ്പോൾ നമ്മൾ കഴിച്ച ഭക്ഷണം തന്നെ വയറ്റിൽ കിടന്നിട്ട് ഇങ്ങനെ പുളിക്കും. അപ്പോൾ ആ ഭക്ഷണം തന്നെ ദഹിക്കൂല. അപ്പൊ ദഹിക്കാതിരിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വിശപ്പ് കുറയും. അപ്പോൾ ഈ ഒരു പുസ്തകത്തില് അത് പ്രൂവ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു 1822 നടന്നിട്ടുള്ള ഒരു സ്റ്റോറി പറയുന്നുണ്ട്. അലക്സിസ് സെന്റ് മാർട്ടിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആള്, അയാൾക്ക് അബദ്ധത്തില് ഒരു കൂട്ടുകാരന്റെ അടുത്തുനിന്ന് ഒരു ബുള്ളറ്റ് കിട്ടുന്നുണ്ട്. ആ ബുള്ളറ്റ് കറക്റ്റ് ഇദ്ദേഹത്തിന്റെ വയറിന്റെ ഭാഗത്താണ് വന്നിട്ട് വീഴുന്നത്. അപ്പൊ ആ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് നല്ലൊരു വൂണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഡോക്ടർ വില്യം ബോമോണ്ട് എന്ന് പറയുന്ന ഒരു ഡോക്ടറിന്റെ കൃത്യമായ പരിചരണത്തിലൂടെ അദ്ദേഹത്തിന് ജീവൻ തിരിച്ചു കിട്ടുന്നുണ്ട്. ജീവൻ തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ചിടത്ത് നിന്ന് ഈ ഡോക്ടറിന്റെ ഒരു കൃത്യമായ പരിചരണത്തിലൂടെ അദ്ദേഹത്തിന് ജീവൻ തിരിച്ചു കിട്ടുകയും, പക്ഷെ ആ ഒരു ഹോൾ ഉണ്ടല്ലോ, ആ വയറ്റിൽ വന്നിട്ടുള്ള ആ ഒരു ഹോള് കുറച്ചു നാളത്തേക്ക് അത് കൂടാതെ അതൊരു ഹോളായിട്ട് തന്നെ അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ തീവ്രമായ ഒരു പരിചരണം വീണ്ടും ആവശ്യമായിരുന്നു. അപ്പൊ അദ്ദേഹത്തിനെ ആ ഒരു ഡോക്ടർ നന്നായിട്ട് പരിചരിച്ചു. അദ്ദേഹത്തിന്റെ വയറ്റിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്കിങ്ങനെ പുറത്തുനിന്ന് നോക്കിയാൽ അദ്ദേഹത്തിന്റെ ആമാശയത്തിന്റെ അവസ്ഥ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റുമായിരുന്നു. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അത് നന്നായിട്ട് നിരീക്ഷിച്ചു ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ പറയാ, അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ദിവസം ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് കുറച്ച് ദേഷ്യം വന്നു. അപ്പൊ ഈ ദേഷ്യം വന്ന സമയത്ത് ഈ ഒരു ആമാശയത്തിന്റെ വർക്കിംഗ് കാര്യങ്ങൾ നേരിട്ട് റിയൽ ആയിട്ട് കണ്ടു. അവിടെ ദഹിക്കാത്ത ഒരവസ്ഥ. ഭക്ഷണം ഇങ്ങനെ സാധാരണ നോർമലായിട്ട് ഭക്ഷണം ദഹിക്കുന്നത് നമുക്ക് കാണാമായിരുന്നല്ലോ. പക്ഷെ ഈ ഒരു ഇമോഷൻ വന്നപ്പോൾ, ആ ഒരു ദേഷ്യം എന്ന് പറയുന്ന ഇമോഷൻ വന്നപ്പോൾ ഈ ഒരു ഭക്ഷണം ദഹിക്കാതെ കിടക്കുന്നതായിട്ട് മനസ്സിലായി. അപ്പോൾ ഓരോ ഇമോഷൻസ്, ഭയമാണെങ്കിലും ദേഷ്യമാണെങ്കിലും അമിതമായിട്ടുള്ള ഉത്കണ്ഠ കാര്യങ്ങളാണെങ്കിലും ഇങ്ങനത്തെ ഇമോഷൻസ് ഒക്കെ ഒരു സ്ട്രെസ്സിലേക്കാണ് വഴിവെക്കുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് ഒരാളോട്
വെറുപ്പുണ്ടെങ്കിൽ പോലും നമ്മളെ അതൊരു സ്ട്രെസ്സിലേക്കാണ് എത്തിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ പലതായിരിക്കാം. ജീവിതത്തിൽ നമ്മൾ പലതും ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇപ്പൊ ഒരു വ്യക്തി പോലും ഒരു പ്രയാസവും ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാത്തയില്ല. കാരണം എല്ലാ ജീവിതത്തിലെയും എല്ലാ ജീവിതങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ പലതരത്തിലുള്ള വേദനകളും പലതരത്തിലുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ ആ ഒരു റിയാലിറ്റിയെ നമ്മളെങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു റിയാലിറ്റിയെ ഞാൻ ആകെ പോയി എനിക്ക് ആകെ പ്രയാസമാണ് എന്ന് വിചാരിച്ച് നമ്മളിരുന്നാല് നമുക്ക് നമ്മള് വലിയൊരു സ്ട്രെസ്സിലാണെന്നാണ് അതിനർത്ഥം. നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള അനുഗ്രഹങ്ങൾ കാണാൻ വേണ്ടി പറ്റുന്നില്ല. ചില ആളുകൾക്ക് ഇങ്ങനെയുള്ള മെസ്സേജ്, ഇത് ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ട് അതിന് ജോയിൻ ചെയ്യുക എന്ന് പറയുമ്പോൾ ആ ഒരു മെസ്സേജിലേക്കൊന്ന് പോയി ടച്ച് ചെയ്യാൻ പോലും പറ്റില്ലാത്ത അത്രയും ലോ ആയിട്ടുള്ള മാനസിക ഡിപ്രഷന്റെ അവസ്ഥയിലൊക്കെയുള്ള ആളുകളുണ്ട്. ഇതൊന്നും കേട്ടിട്ട് കാര്യമില്ല, ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നുള്ള രീതിയിൽ. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ട്രെസ്സിന്റെ ഒരു അങ്ങേയറ്റത്തെ പേഴ്സൺ ആയിരുന്നു. എനിക്ക് ചെറിയ കാര്യത്തിന് പോലും ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ ടെൻഷനായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങൾക്കും എനിക്ക് ടെൻഷൻ വരും. പക്ഷെ അതിന്റെ ടൈം സ്പാൻ കുറഞ്ഞു എന്നുള്ളതാണ്. നന്നായിട്ട് ഷിവർ ചെയ്യേണ്ട, നന്നായിട്ട് പെയിൻഫുൾ ആയിട്ടുള്ള പല സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ വരും. പക്ഷെ ഈ ഓരോ കാര്യങ്ങൾ വരുമ്പോഴും എന്നെ എഫക്റ്റ് ചെയ്യും. ചിലതൊക്കെ എന്നെ ബാധിക്കാറുണ്ട്. ഇതൊക്കെ ബാധിക്കുമ്പോൾ പക്ഷെ ഞാനതിനെ ഓവർകം ചെയ്ത് എടുക്കുന്ന ഒരു ടൈം ഉണ്ടല്ലോ, അത് വളരെ ഫാസ്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. പണ്ട് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്നും രണ്ടും മൂന്നും നാലും ദിവസം ഇല്ലെങ്കിൽ ഒരാഴ്ച വിഷമിച്ചിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് വളരെ ഫാസ്റ്റ് ആയിട്ട് ഓക്കെ ഇങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ചിലപ്പം ഒന്ന് വിഷമിച്ചിട്ടുണ്ടാവും. ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അവർ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത്, ഞാൻ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാറുണ്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും, ഇങ്ങനത്തെ നോർമൽ ആയിട്ടുള്ള തോട്ട്സ് കാര്യങ്ങളൊക്കെ എന്നെ അഫക്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ ഈ ഒരു കോച്ചിങ് കരിയർ തന്നെ എന്നെ ഒരുപാട് എന്താ പറയാ പേഷ്യൻസ് പഠിപ്പിച്ച ഒരു കരിയറാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ഓൺലൈനായിട്ടാണ് ഞാൻ കൂടുതൽ സെഷൻസ് കാര്യങ്ങൾ എടുക്കുന്നത്. ഞാൻ സോഷ്യൽ മീഡിയ കാര്യങ്ങൾ ഒരുപാട് യൂസ് ചെയ്ത് ഒരുപാട് ആളുകളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ എൻ്റെ കയ്യിലുള്ള കുറേ കോൺടാക്ട്സ് ഉണ്ട്. ഈ കോൺടാക്ട്സിലേക്ക് തന്നെ മാറി മാറി ഇങ്ങനെ മെസ്സേജ് അയക്കുന്നു. ആളുകൾക്ക് ഈ ഒരു സംഭവം കാണുമ്പോൾ ഒരുപാട് ക്ലാസ്സുകൾ അവിടെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾ ഇങ്ങനെ അത് അതിൻ്റെതായ ഒരു ഗൗരവത്തിൽ എടുക്കാത്തത് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് സങ്കടം തോന്നും. ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ലൈഫ് ലെസൺസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് അതിലേക്ക് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുക, ഇല്ലെങ്കിൽ ഇങ്ങനെ മോർണിംഗ് ടൈമിലൊക്കെ നമ്മളെ കുറിച്ച് ഒന്ന് റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ഇല്ലെങ്കിൽ ഇനി താല്പര്യം ഇല്ലെങ്കിൽ താല്പര്യമില്ല എന്ന് പോലും പറയാൻ പറ്റാത്തൊരവസ്ഥ പലപ്പോഴും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേഷ്യൻസ് പഠിപ്പിച്ച ഒരു മേഖലയാണ് ഈ ഒരു സംഭവം. ഞാൻ ഓഫ്ലൈൻ ആയിട്ട് ഒരു സെഷൻ എടുത്തപ്പോൾ ഒരുപാട് പേര് അതിന് ശരിക്കും എനിക്ക് റിയൽ ആയിട്ട് അതിന്റെ എക്സ്പീരിയൻസ് കിട്ടിയെന്നുള്ളതാണ്. ഞാൻ ഒരു മെഡിറ്റേഷൻ കൊടുത്തപ്പോഴാണെങ്കിലും അതുപോലെ അവിടുത്തെ സ്റ്റുഡൻസ് കാര്യങ്ങളൊക്കെ തന്നിട്ടുള്ള ആ ഒരു ഫീഡ്ബാക്ക്, ടീച്ചേഴ്സിന്റെ ഫീഡ്ബാക്ക്, ഇങ്ങനത്തെ സെഷൻസിന്റെ ആവശ്യകത കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് ഓക്കെ ഇതിന് ഇത്രത്തോളം എന്താ പറയാ, ഫസ്റ്റ് ഒക്കെ ഞാൻ ഓൺലൈൻ ആയിട്ട് സെഷൻസ് എടുത്ത് കൊടുത്തോണ്ടിരുന്ന സമയത്ത് കുറച്ചൊക്കെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ കിട്ടലുണ്ടായിരുന്നു. പക്ഷെ എന്താ പറയാ, അതിന്റെ ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് വളരെ ലോ ആയിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ആളുകൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് വരിക. അപ്പൊ ഈ ചില ആളുകൾ മാത്രമാണ് ഈ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് വരിക. ഇനി വന്നാൽ മാത്രം കൊണ്ടായില്ല, നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം. അപ്പൊ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന ആളുകളൊക്കെ കുറവാണ്. നമ്മൾ ഇപ്പൊ ഞാൻ തന്നെ ചിലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ എവിടെയൊക്കെയോ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ തിരക്കുകൾ കൊണ്ടോ ഇല്ലെങ്കിൽ ഞാൻ കുറച്ച് ബിസിയാണെന്ന് ഞാൻ തന്നെ തീരുമാനിച്ചിട്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോഴാണ് എന്നെ ഓരോ പ്രയാസങ്ങൾ വന്നിട്ട് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് പോവുക. അപ്പോൾ അതെനിക്ക് മനസ്സിലാവുകയും ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് എടുക്കുകയും ചെയ്യുമ്പോഴാണ് എനിക്ക് ഇത്രത്തോളം എന്താ പറയാ, ഇത്രത്തോളം പെട്ടെന്ന് ഇതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ ചില പ്രയാസങ്ങളൊക്കെ കാണുമ്പോൾ, ചില പ്രയാസങ്ങളൊക്കെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് ഓവർകം ചെയ്ത് വരുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ചുറ്റുമുള്ളവരും ഇത്ര പെട്ടെന്ന് ഓക്കെ ആയോ എന്ന് ചിന്തിക്കുന്നതായിട്ട്. കാരണം ഞാൻ തന്നെ അങ്ങനെ ചിന്തിക്കലുണ്ടോ, ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ആയോ, ഇത്ര പെട്ടെന്ന് ഇത്ര ഓക്കെ ആയോ എന്നുള്ള രീതിയിലേക്ക്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ മാനസികമായിട്ട് അത്രയും തളർത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു സെഷനോ ഇല്ലെങ്കിൽ എന്താ പറയാ ജസ്റ്റ് സെഷൻ കേൾക്കാൻ തന്നെ തോന്നൂല. അപ്പോഴാണ് പിന്നെ സെഷൻ എടുക്കാനും തോന്നൂല, കേൾക്കാൻ തോന്നൂല, ഇതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ തോന്നൂല, എഫേർട്ട് എടുക്കാൻ തോന്നൂല. ചിലപ്പോൾ ഇതൊക്കെ ഒന്ന് മറക്കാൻ വേണ്ടി ചിലപ്പോൾ കിടന്ന് ഉറങ്ങാൻ തോന്നും. ചിലപ്പോൾ ഇതൊക്കെ ഒന്ന് മറക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സ്ക്രോൾ ചെയ്യാൻ തോന്നും. എന്തെങ്കിലുമൊക്കെ ഇമോഷനൊക്കെ ആയിട്ട് ഒന്ന് ചിരിക്കാനും കളിക്കാനും അങ്ങനെയൊക്കെ ഒന്ന് തോന്നുന്ന ഇമോഷനൊക്കെ ആയിട്ട് ഒന്ന് അങ്ങനെ പോകാലോ എന്ന് കരുതിയിട്ട് പലതും മറക്കാൻ വേണ്ടിയിട്ട് പലതും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ ലാസ്റ്റ് വന്നു ചേരുന്നത് കൂടുതൽ റിഗ്രഷനാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലതും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും. പലതും എക്സ്പീരിയൻസ് ചെയ്യുന്നതൊക്കെ റബ്ബിന്റെ അടുത്ത് നിന്നാണെന്ന് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ നമുക്കിതെപ്പോഴും ഇങ്ങനെ തന്നെ ചിന്തിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എന്താ പറയാ, ഉം, നല്ലതും ചീത്തയും എന്ത് വന്നാലും അത് എന്നെ റബ്ബ് ഏറ്റവും ബെസ്റ്റ് ആക്കി മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ റബ്ബ് എന്നിലേക്ക് തരുന്ന ഒരുപാട് കാര്യങ്ങളാണ് എന്ന് നമ്മൾ വിചാരിക്കുക എന്നുള്ളതല്ല, അതാണ് യാഥാർത്ഥ്യം, അതാണ് റിയാലിറ്റി. പക്ഷേ ചില കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ
നമ്മൾ വിചാരിക്കും അവരെന്താ അങ്ങനെ ചെയ്യണേ, ഇവരെന്താ ഇങ്ങനെ ചെയ്യണേ, ഇതെന്താ ഇതിലെനിക്ക് അങ്ങനെ ആവാൻ പറ്റാത്ത, ഇതിലെന്താ എനിക്കെന്താ നന്നായിട്ട് ഇതാവാൻ പറ്റാത്ത, ഇങ്ങനെ ഇങ്ങനെ പല ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മളുടെ ഉള്ളിലുണ്ടാവും, പല ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഈ പല ക്വസ്റ്റ്യൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഇത് മറ്റുള്ളവരിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ട്, അവർ നമ്മൾ പ്രയാസപ്പെടുത്തുന്നതായിട്ടൊക്കെ ചിന്തിച്ച് അവരോട് നമ്മൾ വെറുപ്പ് വെച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ഹൃദയത്തിലേക്കാണ് റബ്ബ് നോക്കുന്നത്. അപ്പൊ ആ ഒരു ഹൃദയം എത്രത്തോളം പ്യൂറാണോ അത്രത്തോളമാണ് നമ്മളുടെ ആ ഒരു കൽബിൽ ഈമാൻ ഉണ്ടാവുക. അപ്പോൾ ഞാന് മറ്റൊരാളെ നോക്കിയിട്ട് അവരെന്താ അങ്ങനെ പറഞ്ഞത് എന്ന് വിചാരിച്ചിട്ട് അവരോടുള്ള ഒരു വിദ്വേഷം എൻ്റെ മനസ്സിൽ വെച്ചാൽ ഒരിക്കലും നമ്മൾ അവരോട് എത്രത്തോളം, ആരോടൊക്കെ നമ്മൾ എത്രത്തോളം കാരുണ്യം കാണിക്കുന്നു അത്രത്തോളമാണ് റബ്ബ് നമ്മളോടും കാരുണ്യം കാണിക്കുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ മാക്സിമം, അല്ലെങ്കിൽ നമ്മളിപ്പോഴും ഒരു കൈൻഡ് പേഴ്സൺ ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഈ ദുനിയാവിൽ ചെയ്തു വെക്കുന്ന ഒരുപാട് കർമ്മങ്ങളുണ്ട്. ഈ കർമ്മ പുസ്തകമാണ് നമുക്ക് ആഖിറത്തിലേക്ക് വലിയൊരു മുതൽക്കൂട്ടായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ദുനിയാവിൽ നമുക്ക് നമ്മൾ ചെയ്ത കർമ്മഫലങ്ങൾ, ഒരുപാട് നന്മകൾ, അല്ലെങ്കിൽ ഒരുപാട് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്തത്, അല്ലെങ്കിൽ വാക്കുകൊണ്ട് പോലും ഒന്ന് ഒരു സമാധാനം കൊടുത്തത്, ഇങ്ങനെയുള്ള ഒരുപാട് കർമ്മങ്ങളാണ് നമുക്കുള്ളത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾക്ക് ആഖിറത്തിലേക്ക് വലിയൊരു മുതൽക്കൂട്ടായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യാം, ഇന്നത്തെ ഈ ഒരു സെഷനിലൂടെ ഞാൻ വിചാരിച്ചത് എന്താന്ന് വെച്ചാല് ഈ സ്ട്രെസ് എന്താണെന്നുള്ള ഒരു അവയർനെസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പം പലർക്കും ഈ ഒരു ഇങ്ങനെ ആവശ്യമില്ലാത്ത ചിന്തകൾ കാര്യങ്ങളൊക്കെ വന്നിട്ട്, ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഫിയർ ആയിരിക്കും, ഇതിന് മുന്നേ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഫിയർ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ഒരു ചിലപ്പോൾ ഭയങ്കരമായിട്ടുള്ള ചൂടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഭയങ്കര വലിയ ഒച്ചപ്പാട്, ഇതൊക്കെ നമുക്ക് എന്തായിരിക്കും ഒരു ചില ആളുകൾക്ക് ആ ഒരു പരിസരം അവരെ ഹേർട്ട് ചെയ്യാറുണ്ട്. ചിലപ്പോൾ നല്ല തിരക്കുള്ള ഒരു റൂട്ടിൽ ഡ്രൈവ് ചെയ്യുന്ന ആൾക്ക് നല്ല ചിലപ്പോൾ ഒരു സ്ട്രെസ് വരാൻ സാധ്യതയുണ്ട്. ഈ ഹോൺ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക, ട്രാഫിക്കാണ്, ബ്ലോക്കാണ്, പക്ഷെ എന്നാലും പുറകിൽ നിന്നിട്ട് ഇങ്ങനെ ഹോൺ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും, അതൊരു പ്രയാസമാണ്. അപ്പോൾ ഈ ഒരു പ്രയാസത്തെ നമ്മളിങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ള രീതിക്ക് ഇരിക്കും ശരിക്കും എല്ലാത്തിൻ്റെയും കിടക്കുന്നുള്ളത്. ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഹേർട്ട് ആവാം, അത് നമുക്ക് എല്ലാം റബ്ബിൽ നിന്നാണ്, ഇതൊക്കെ എന്നെ മോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് എന്നൊക്കെ നമുക്ക് എപ്പോഴും ചിന്ത ഉണ്ടായിക്കൊള്ളണം എന്നില്ല. നമ്മളൊക്കെ നോർമലായിട്ടുള്ള മനുഷ്യരാണ്. ഇപ്പൊ ഞാനെപ്പോഴും എൻ്റെ ജീവിതത്തിൽ പല പ്രയാസങ്ങൾ വരുമ്പോൾ ഞാൻ ചിന്തിക്കലുണ്ട്, എന്തുകൊണ്ടായിരിക്കും എന്താണ് ഇങ്ങനെ ഓരോ പ്രയാസങ്ങൾ, ഇതൊക്കെ ഇതിൽ നിന്നൊക്കെ എന്തായിരിക്കും പഠിക്കാനുള്ളത്. ചിലപ്പോൾ ഒക്കെ അവരെന്തെങ്കിലും ചെയ്യണേ എന്നുള്ള രീതിയിൽ വ്യക്തികളെ ഒന്ന് ജഡ്ജ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ ചിന്തകൾ മാറി പോകാറുണ്ട്. അപ്പൊ അങ്ങനെ പോകുമ്പോൾ ഞാൻ തന്നെ ചിന്തിക്കലുണ്ട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുത്തൊക്കെ കുട്ടി അറുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ പോലും ഇത്രയും വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കിട്ടിയ കുട്ടിയാണ്. പക്ഷെ ആ ഒരു കുട്ടിയെ അറുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ പോലും അവിടെ ഒരു ജഡ്ജ്മെന്റും ഉണ്ടായില്ല. എനിക്ക് ഇത്രയും വർഷമായിട്ട് കിട്ടിയ കുട്ടീനെ അറുക്കാനോ എന്ന് ചോദിച്ചോ, ഇല്ല. അതുപോലെ ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രങ്ങളിൽ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം സറണ്ടർ ആയിരുന്നു എന്നുള്ളത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രങ്ങളിലേക്കും നമ്മൾ ഇങ്ങനെയുള്ള ചരിത്രങ്ങളിലൂടെയൊക്കെ ഒന്ന് പാസ് ചെയ്ത് പോകണം. ഇപ്പൊ അതിനൊക്കെയുള്ള റബീഉൽ അവ്വലിലെ ഗിഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ക്ലാസ് ആണ് ആ ഒരു എന്താണ് തിരുവസന്തം, ഹൃദയത്തിലെ തിരുവസന്തം എന്നുള്ള ആ ഒരു സെഷൻ. വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങളിലേക്ക് വരുന്ന ഒരു സെഷനാണ്. മാക്സിമം യൂട്ടിലൈസ് ചെയ്താൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന സെഷൻസ് ആണ്. അതിൽ ഫോർഗീവ്നെസ്സും ഗ്രാറ്റിറ്റ്യൂഡും അതുപോലെ ലവും പിന്നെ ഒരുപാട് സ്റ്റോറീസും റിലേറ്റ് ചെയ്തിട്ടാണ് അതിന്റെ ചർച്ച കാര്യങ്ങളൊക്കെ പോകുന്നത്. തീർച്ചയായിട്ടും അതിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ഒരു നല്ലൊരു മഹബത്ത് ഹൃദയത്തിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന സെഷൻസ് ആണ് അതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, താല്പര്യമുള്ളവരൊക്കെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ ഈ സ്ട്രെസ് കാര്യങ്ങൾ എന്ത് ചെയ്യുക, അത് നമ്മൾ മനസ്സിലാക്കുക. ഇത് ആവശ്യമില്ലാത്ത എല്ലാത്തിൻ്റെയും തുടക്കം എന്ന് പറയുന്നത് ചിന്തകളാണ്. എന്തിൻ്റെയും തുടക്കം. അപ്പോൾ ഈ ചിന്തകളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഇമോഷൻസ് വരികയും അത് ആക്ഷനിലേക്ക് മാറുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ചിന്ത ഇങ്ങനെ ആവശ്യമില്ലാത്തൊരു ചിന്ത നമ്മളിലേക്ക് വന്നു, ഇല്ലെങ്കിൽ ഇങ്ങനെ സ്ട്രെസ് ആണെന്ന് നമുക്ക് മനസ്സിലായാൽ തന്നെ, ഈ സ്ട്രെസ് ആണെന്ന് മനസ്സിലാവാനുള്ള സയൻസ് ഞാൻ പറഞ്ഞല്ലോ, ഒന്നില്ലെങ്കിൽ നമുക്ക് നല്ല തലവേദന, ഹൃദയത്തിന് ഒരു കട്ടിയാവുക, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക, എന്തിനാ ഇപ്പം ഇങ്ങനെ, എന്തിനാ ഇപ്പോൾ ചില ആളുകൾക്കൊന്ന് ഡ്രൈവ് ചെയ്യാൻ പോകുമ്പോഴായിരിക്കും ഭയങ്കര ടെൻഷൻ വരും, ഹൃദയമൊക്കെ കട്ടിയാവുക, അതുപോലെ കൈ വിറയ്ക്കുക, അങ്ങനെയുള്ള ഒരുപാട് സിംറ്റംസ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സിംറ്റംസ് ഒക്കെ വരുമ്പോൾ ജസ്റ്റ് ചോദിക്കുക, എന്തിനാ ഇപ്പോൾ പേടിക്കണേ, എന്ത് കാര്യമുണ്ട്, എന്തിനാ ഇപ്പോൾ ഇങ്ങനെ ഹെവി ആയിട്ട് ഫീൽ ചെയ്യണേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏതെങ്കിലും പാസ്റ്റിലെ എക്സ്പീരിയൻസ് കാര്യങ്ങളായിരിക്കും നമ്മൾക്ക് ഷെയർ ചെയ്ത് തരിക. അപ്പോൾ ജസ്റ്റ് ഓക്കെ അങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നു അല്ലേ, ഓക്കെ എന്നുള്ള രീതിയിൽ നമ്മളെ തന്നെ എന്ത് സംഭവിച്ചാലും ഞാൻ എൻ്റെ കൂടെ എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മൾ തന്നെ ഒന്ന് ഓക്കെ ആക്കി കൊടുക്കുക, ഒന്ന് കംഫർട്ട് ആക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എന്താ പറയാ, ചിലപ്പോഴൊക്കെ നമുക്ക് ഈ നമ്മളിങ്ങനെ സ്ട്രെസ്സിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ ഒന്ന് ഹെൽപ്പ് ചെയ്തെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ആർക്കും എന്താ പറയുക, നമ്മളെ ഒന്ന് രക്ഷപ്പെടുത്താൻ നമുക്ക് സമയം വേണം, അല്ലെങ്കിൽ മറ്റുള്ളവർ വേണം എന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ടൈം അവിടെ നഷ്ടമാവും എന്നുള്ളതാണ്. ഒരുപാട് ടൈം അവിടെ നഷ്ടമാവും.
അപ്പോൾ ഞാനൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രയാസത്തിലൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ മെന്റേഴ്സിന് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചോദിക്കും, ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ്, ഇവിടെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കും. ചിലപ്പോൾ അതിന് റിപ്ലൈ കിട്ടാൻ ചിലപ്പോൾ കുറേ വൈകും. അപ്പോൾ ആ വൈകുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഞാൻ ഇത്രയും അപ്പോൾ ഈ റിപ്ലൈ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ എനിക്ക് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ശരിക്കും ഞാൻ അങ്ങനെയൊക്കെ നോക്കുന്ന ഒരാളായിരുന്നു. ഒരാൾക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങളിൽ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ആയിരിക്കും മെസ്സേജ് അയക്കാം. ഈ ഡൗട്ട് കാര്യങ്ങളൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ അതിനൊരു റിപ്ലൈ കിട്ടിയാലേ ഇനി അടുത്ത സ്റ്റെപ്പ് എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതോ ഒരുപാട് സംശയങ്ങളായിരുന്നു ഒരു കാര്യം ചെയ്യണമെങ്കിൽ. ഒരു കാര്യം ചെയ്യണമെങ്കിലൊക്കെ ഒരുപാട് സംശയങ്ങളായിരുന്നു. ഇത് ചെയ്താൽ ശരിയാവും, ഇല്ലെങ്കിൽ ഇത് കറക്റ്റ് ആണോ, ഇത് ചെയ്താൽ നന്നാവും, ഇങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതൊക്കെ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും, ഇത്രയും വേസ്റ്റ് ആയിട്ട് ഞാനുള്ളത് ചിലപ്പോൾ എന്നെപ്പോലെ വേസ്റ്റ് ആയിട്ട് ചിന്തിക്കുന്ന ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കുന്നത്. കാരണം എന്ത് കാര്യത്തിനും ഡൗട്ടാണ്, എന്ത് കാര്യവും ഇത് ചെയ്താൽ ശരിയാവുമോ എന്നുള്ള സെൽഫ് ഡൗട്ട് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും, പക്ഷെ ഞാൻ റെസ്പോൺസിനൊന്നും കാത്തിക്കൂല. നെക്സ്റ്റ് ചെയ്യാനുള്ള ആക്ഷൻ എന്താണ് അതിൽ ഞാൻ ഫോക്കസ് ചെയ്തിട്ട് അത് ചെയ്ത് അങ്ങോട്ട് പോകും എന്നുള്ളതാണ്. അപ്പോൾ എന്താ പറയുക, അതൊക്കെ വലിയ വലിയ മാറ്റങ്ങളായിട്ട് ഫീൽ ചെയ്യാണ്. ശരിക്കും ഈ ഒരു ജേണിയിലൂടെ പോയപ്പോൾ കിട്ടിയിട്ടുള്ള ഒരുപാട് ചേഞ്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. ശരിക്കും നമ്മൾ ഇതൊന്ന് നോട്ടീസ് ചെയ്യാണ്ടിരുന്നാൽ ലാസ്റ്റ് നമ്മൾ വിചാരിക്കും എന്താ ഇപ്പോൾ എന്താ ചെയ്തത്, എന്താ നേടിയതെന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമ്മൾ ഈ ഒരു ജേണിയിലൂടെ പോകുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മളിലൂടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു സെഷൻസ് കാര്യങ്ങളിലൂടെ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ പക്ഷേ പോകുന്നുണ്ടെങ്കിൽ മാത്രമല്ല, കാരണം ഒരാൾക്ക് ഒരു അസുഖം വന്നു, അല്ലെങ്കിൽ ജസ്റ്റ് മൈൻഡും ബോഡിയും ഒക്കെ ഒന്ന് ഫിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരാൾ കൺസൾട്ട് ചെയ്തു. മൂപ്പര് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന കാര്യങ്ങളൊന്നും ജസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു റിസൾട്ട് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്യുമ്പോഴാണ് അതിന് കൂടുതലായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ചെയ്തു പോകുന്ന ആൾക്ക് തീർച്ചയായിട്ടും ഈ ഫ്രീ ആയിട്ടുള്ള സെഷനിൽ നിന്ന് തന്നെ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ പെയ്ഡ് ആയിട്ടുള്ള സെഷൻസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഇരട്ടി ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനിപ്പോൾ 2022 ഈ ഒരു ടീമായിട്ട് പരിചയപ്പെട്ടതും ഇതിലേക്കുള്ള ഓരോ സ്റ്റെപ്സ് ഒക്കെ എടുത്തു വെച്ച് ഈ ഒരു ആക്ഷൻസ് മൂഡിലൂടെ പോയിട്ടുള്ളത്. അതിന് മുന്നേ തന്നെ വളരെ നോർമലായിട്ട് ലൈഫ് നയിക്കണം എന്ന് ചിന്തിച്ചിരുന്ന ഒരാളായിരുന്നു. ഒരുപാട് സ്വപ്നങ്ങളോ ഇല്ലെങ്കിൽ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലേണിംഗ് എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു. അല്ലാതെ എനിക്ക് എന്തെങ്കിലും ജോലി വേണം അങ്ങനത്തെ ആഗ്രഹങ്ങളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ വളരെ നോർമലായിട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ എന്നിലേക്ക് വന്നതാണ്. ഇതൊക്കെ എന്നെ ചൂസ് ചെയ്തതാണ്, ഒരിക്കലും ഞാൻ ഇതിനൊന്നും ചൂസ് ചെയ്തതല്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇത്രയും വീക്കായിരുന്നു, കാരണം എന്തെങ്കിലും കാര്യത്തിന് തീരുമാനം എടുക്കണമെങ്കിലും അതുപോലെ ഈ സെൽഫ് ഡൗട്ട് ഒക്കെ കാരണം, അല്ലെങ്കിൽ ടെൻഷൻ, സ്ട്രെസ്, ഇതൊക്കെ കാരണം എന്ത് ചെയ്യാം, എല്ലാത്തിനെയും പേടിയാണ്. എല്ലാത്തിനെയും എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് റെസ്പെക്ട് ചെയ്യേണ്ട അതോറിറ്റി ഫിയർ ആണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ എന്താ പറയുക, ഇപ്പോൾ ഇരുട്ടിനെ പേടിയുള്ള ആളുകളൊക്കെ ഉണ്ടാവും, അങ്ങനത്തെ ഫിയർ അല്ലായിരുന്നു എനിക്ക് കൂടുതലായിട്ടുണ്ടാവും. എനിക്ക് അങ്ങനെ ഇരുട്ടിനെ ഒന്നും പേടി തോന്നിയിട്ടില്ല. പക്ഷെ വ്യക്തികളെ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതോറിറ്റികളൊക്കെയാണ് എനിക്ക് കൂടുതൽ ഫിയർ ഉണ്ടാവുക. അപ്പോൾ ഞാൻ എന്തോ കുറച്ച് ലോയാണ്. അപ്പം വേറെയുള്ള ആളുകളൊക്കെ കുറച്ച് ഞാൻ ഹൈ ആക്കി വെച്ചിട്ട് ഇവരുടെ അടുത്ത് ഞാൻ അങ്ങനെ പെർഫോം ചെയ്യും, ഞാൻ ഇങ്ങനെയാണല്ലോ എന്നുള്ള രീതിയിലുള്ള ഒരു ഫിയർ ആയിരിക്കും എനിക്ക് കൂടുതലായിട്ട് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോഴും ഞാൻ ചിലപ്പോൾ ഒക്കെ ഫേസ് ചെയ്യുന്നത് ഈ ഒരു ടൈപ്പ് ഫിയർ തന്നെയാണെന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു അതോറിറ്റി ഫിയർ ആണ് ഞാൻ ഇപ്പോഴും ചിലപ്പോൾ ഒക്കെ ഫേസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് ഫേസ് ചെയ്യുമ്പോൾ അതിൻ്റെ ടൈം സ്പാനൊക്കെ ഒന്ന് കുറച്ചിട്ട് കുറച്ചും കൂടി ഈസി ആയിട്ടാണ് ഇപ്പോൾ ഫേസ് ചെയ്യുന്നത്. പക്ഷേ ഇത് എഫക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എഫക്ട് ചെയ്യുക തന്നെ ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് ഓവർകം ചെയ്യാനുള്ള ഒരു പീരീഡ് ഉണ്ടല്ലോ, അത് വളരെ കുറവായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്താ പറയാ, അപ്പൊ ഇതൊക്കെ നമ്മളിലേക്ക് ഈ ഓരോ ഇമോഷൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഇതിനൊക്കെ ഒരു നോർമലായിട്ട് കാണുക എന്നുള്ളതാണ്. ഇത് എന്തോ മിസ്റ്റേക്ക് അല്ല, ഇല്ലെങ്കിൽ എന്താ പറയാ, ഇതൊക്കെ നമ്മളുടെ ഈ ശരിക്കും നമ്മൾ ഏറ്റവും ലോ ആണെന്ന് നമ്മൾ ചിന്തിക്കുന്നത് പോലും നമ്മുടെ ഉള്ളിലെ സ്ട്രെസ് ഉള്ളത് കൊണ്ടാണ്. ഞാൻ മാത്രം കുറച്ച് ലോ ആണ്, സെൽഫിന് യാതൊരു വാല്യൂ കൊടുക്കാത്തത്, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും പ്രയാസപ്പെടുകയാണെന്ന് വിചാരിക്കുന്നത്, ഇതൊക്കെ നമ്മളുടെ ഈ ഒരു സ്ട്രെസ്സിന്റെ മെയിൻ കാരണമാണ്. സ്ട്രെസ് കാരണമാണ് ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നാൻ, ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത അവസ്ഥ തോന്നുക. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കുക, എന്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയാ, ഏഹ് ഞാൻ കുറേ പോയിന്റ്സ് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ ഏഹ് പറഞ്ഞു വന്നത് എന്തായിരുന്നു? അപ്പൊ ഈ ഒരു സ്ട്രെസ് വരുന്നതിന്റെ കാരണങ്ങൾ നമ്മളിങ്ങനെ മനസ്സിലാക്കിയിട്ട് നമ്മളെ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ സ്വാധീനിക്കാം. പക്ഷെ അതൊക്കെ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ സ്വാധീനിക്കാമെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുക, അവിടെ നമ്മൾ നോക്കിക്കാണുന്ന രീതി ഒന്ന് മാറിയാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, നമുക്കവിടെ
ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലെങ്കിൽ ഈ ഒരു ആ ഒരു സ്ട്രെസ്സൊക്കെ നമുക്ക് വലിച്ചെറിയാൻ വേണ്ടി പറ്റും. ഈ ഒരു സ്ട്രെസ്സൊക്കെ നമ്മുടെ ബോഡി ഒരുപാട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹെൽത്തിനെ വീക്ക് ആക്കുന്നുണ്ട്, ബോഡി അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു സ്ട്രെസ് ആണെന്ന് മനസ്സിലായാലും ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക, ഇത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ട് അതിന് ആ ഒരു സ്ട്രെസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഓക്കെ എന്നുള്ള രീതിയിൽ എല്ലാത്തിനെയും നമ്മൾ അനുവദിച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്ത് ഇമോഷൻ ആണെങ്കിലും എന്തുകൊണ്ട് ഈ ഒരു ഇമോഷൻ വന്നു എന്ന് ചിന്തിക്കാതെ ഇമോഷൻസിനൊക്കെ എന്ത് ചെയ്യുക, അനുവദിച്ചു കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. പിന്നെ ഇനി നാളത്തെ ഒരു സെഷനിലായിരിക്കും ഇതിന്റെ പരിഹാര വശങ്ങളൊക്കെ കൂടുതലായിട്ട് ഡീപ്പായിട്ട് സംസാരിക്കാം. അപ്പൊ ഇന്ന് ഞാൻ ഒരുപാട് പരിഹാരത്തിലേക്കൊന്നും കടന്നിട്ടില്ല. ഇനി ജസ്റ്റ് ഇനി കൂടുതലായിട്ടുള്ള ഈ ഒരു സ്ട്രെസ്സിന്റെ കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. തലവേദന, നെഞ്ചുവേദന, ഇടയ്ക്കിടയ്ക്കുള്ള വിശപ്പില്ലായ്മ, ഉഷ്ണം അനുഭവം, ഉറക്കക്കുറവ്, പേടി സ്വപ്നങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നത്, പെട്ടെന്ന് നിയന്ത്രണം വിട്ടുപോകുന്നത്, നമ്മുടെ കൺട്രോൾ നമ്മളിലല്ലാതെ ആവുന്നത്, വിമർശനത്തോട് ദേഷ്യം തോന്നും, ആരെങ്കിലും ഒന്ന് വിമർശിച്ചാൽ നമുക്ക് ദേഷ്യം തോന്നുക, ഡിപ്രഷൻ അനുഭവപ്പെടുക, വേദന തോന്നുക, മരവിപ്പ് തോന്നുക, സന്തോഷം ലഭിക്കാറില്ല, ആത്മവിശ്വാസം തോന്നാറില്ല, ആത്മനിന്ദ്യ, അതുപോലെ ആത്മനിന്ദ്യ എന്ന് പറയുമ്പോൾ സെൽഫ് ലവ് തീരെ ഇല്ല, ഞാനൊന്നിനും പറ്റുന്നില്ല അല്ലെങ്കിൽ എനിക്കൊരു കഴിവില്ല എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറെ സിംറ്റംസ് ഇനിയും ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്ട്രെസ്സിലാണ് നമ്മൾ എന്നുള്ളതിന്റെ ഒരു എന്താ ഒരു തെളിവ് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ സിംറ്റംസ് ഒക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, അതിനെ ജസ്റ്റ് സ്വയം ഒന്ന് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇനി നാളത്തെ സെഷനിലൂടെ വന്നാൽ, ഇനി 2 ദിവസം കൂടി ഉണ്ടല്ലോ, അപ്പോൾ സെഷൻസിലൂടെ ഒന്ന് വന്നാൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു സൊല്യൂഷൻ നിങ്ങളിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സജന നൂർജഹാൻ. ഓക്കെ, സജന പറഞ്ഞതൊക്കെ ക്ലിയർ ആയോ? എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടോ? ഓക്കെ, ഇൻഷാല്ലാ. അപ്പൊ നെക്സ്റ്റ് ഡേ, അപ്പോൾ താല്പര്യമുള്ള ഇതൊക്കെ അറിയണം എന്ന് ആഗ്രഹമുള്ള ആളുകൾക്കൊക്കെ ജസ്റ്റ് ഒരു വോയിസ് മെസ്സേജിൽ തന്നെ പറയാം, ഇതിങ്ങനെ ഒരു സെഷൻ ഉണ്ട്, നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു അവസരമാണ്, പക്ഷെ അതിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്നുള്ളത് പറയാം, നിങ്ങളുടെ ജീവിതത്തിന് ഒരുപാട് ഉപകാരപ്പെടും എന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങൾ പറയുമ്പോഴാണ് അതിന് കൂടുതൽ മൊഞ്ചുണ്ടാവുക. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്, കൂടുതൽ ആളുകളിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക, എത്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.